ഒരു സ്ത്രീ പ്രാധാന്യത്തോടെ വരുന്നത്, അതായത് നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ ഇത്രയും വലിയ കളക്ഷൻ നേടുന്നത് ദക്ഷിണേന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പ്രിയദർശനായിരുന്നു ഓണക്കാലത്തെ ഭരിക്കാറ് നമ്മുടെ കാലത്ത്. മകള് ഭരിച്ചു തുടങ്ങി. ഇപ്പം പക്ഷേ മകള് അതും പ്രിയദർശൻ മോഹൻലാലിനെ ഒരല്പം താഴോട്ട് കൊണ്ടുപോയിട്ടാണ്. ഹൃദയപൂർവ്വത്തേക്കാൾ വലിയ ഹിറ്റാണ് ലോക എന്നാ പറയുന്നത്. അതെ അതെ, എന്തായാലും എല്ലാ സിനിമകളും വിജയിക്കട്ടെ. പക്ഷേ ഇതൊരു കൗതുകമായി തന്നെ നിൽക്കുന്നു. വലിയ ഗംഭീര വിജയമായിട്ട് അല്ലേ. കോടികൾ വാരി വലിച്ചെറിഞ്ഞ് വൻ ബജറ്റും കാസ്റ്റും അണിനിരത്തുന്ന സിനിമകളാണ് ഫാൻറ്റസി ത്രില്ലർ ജോണറിൽ അടുത്തിടെ ഇന്ത്യയിൽ ഇറങ്ങിയത്. പലതും ഹിന്ദു പുരാണങ്ങളെ ആധാരമാക്കിയും അതിലേറെ ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. പലതും തീവ്ര ഹിന്ദുത്വ പ്രൊപ്പഗാൻഡ സ്വഭാവം മാറി ഏതുമില്ലാതെ കാണിച്ചു. അവിടേക്കാണ് കേവലം 30 കോടി രൂപ മാത്രം മുതൽ മുടക്കി ഇറങ്ങിയ സ്ത്രീ കേന്ദ്രീകൃതമായൊരു മലയാളം ഫാൻറ്റസി ത്രില്ലർ കസേര വലിച്ചിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ ചലച്ചിത്ര വ്യവസായം മലയാളമാണെന്നും ഒന്നാം നിര ക്രിയേറ്റർമാർ ഇവിടെ ഒരുപാടുണ്ടെന്നും ആവർത്തിച്ച് തെളിയിക്കുകയാണ് ലോക പാർട്ട് 1 ചന്ദ്ര. ഒപ്പം സൂപ്പർ താരങ്ങളെക്കാൾ സൂപ്പർ കണ്ടന്റിനാണ് മലയാളി കൈയടിക്കുന്നത് എന്നും ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ലോകയുടെ മിന്നും വിജയം. മലയാള സിനിമയിലെ പെണ്ണുങ്ങളോട് ഹൂ ഈസ് ഷീ എന്ന് ചോദിക്കുന്നവരോട് ഷീ ഈസ് മലയാള സിനിമ എന്ന അഭിമാനത്തോടെ പറയാനും മുന്നണിയിലേക്കും പിന്നണിയിലെയും സ്ത്രീ സാന്നിധ്യം കൊണ്ട് ലോക അവസരമൊരുക്കിയിരിക്കുന്നു. ലോകയുടെ തുടർ ലോകങ്ങൾക്കായി RDX കാത്തിരിക്കുകയാണ്.